ഞാൻ അതിന്റെ താഴെ മലയാളത്തിലും കൂടെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കൂടുതലായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയ സമയത്ത് കണ്ട 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇത് പഠിക്കാണ്ട് പോവരുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ് ഗുഡ് ഗവേണൻസ്? മക്കളെ മൈക്ക് ഓഫ് ചെയ്യടാ. കേക്കാം. ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ. ഓക്കെ. ഒന്നാമത് എന്ന് പറയുമ്പോൾ സ്ക്രീനും കാണാലോ. ഒന്നാമത് എന്തോന്നാണ് ഗുഡ് ഗവേണൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി, ഞാനിപ്പോ ജോയിൻ ചെയ്തോളൂ. ഏത് ചാപ്റ്റർ ആണെന്ന് പറയോ? 24ാമത്തെ ചാപ്റ്റർ ആണ്. ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ലൈക്ക് പോകുമ്പോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത 2 ക്വസ്റ്റ്യൻസ് ആണ്. എന്തോന്നാണ് ഗുഡ് ഗവേണൻസ് എന്നുള്ളതും അതേപോലെ തന്നെ അതിന്റെ എന്താ ഫീച്ചേഴ്സും. ഈ 2 കാര്യങ്ങളാണ് ഞാൻ കുറെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയിട്ട് ഈ 2 ക്വസ്റ്റ്യൻ ആണ് ഞാൻ കണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻസും സ്കിപ്പ് ചെയ്യരുത്. ഇത് നല്ല രീതിയിൽ നോക്കിയിട്ട് പോകണം. ഈ ഗുഡ് ഗവേണൻസ് എന്നുള്ളത് ഞാൻ 2 ഇടത്ത് കണ്ടിട്ടുണ്ട്. 2 ഇടത്തോ 3 ഇടത്തോ എന്തോ കണ്ടിട്ടുണ്ട്. എന്തോന്നാണ് ഗുഡ് ഗവേണൻസ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതിന്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഗുഡ് ഗവേണൻസിന് ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ. അതിൽ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഡിസ്ക്രൈബ് ദ മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം? എന്തോന്നാണ് ഗുഡ് ഗവേണൻസ് എഴുതണം. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതണം? അതിന്റെ ഫീച്ചേഴ്സ് എഴുതണം കേട്ടോ. ആദ്യം എന്തോന്നാണ് മീനിങ്സ് എന്ന് പറയുമ്പോൾ ആദ്യം എന്തോന്നാണ് ഗുഡ് ഗവേണൻസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതിയിട്ട് താഴെ വീണ്ടും അതിന്റെ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന് കൊടുത്തിട്ട് എഴുതണം. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് രണ്ടെണ്ണോ നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളും എഴുതണം കേട്ടോ. അപ്പോ അതാ ഞാൻ നേരത്തെ പറഞ്ഞേക്കണം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസും കുറച്ചും കൂടി നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കിത് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കാം. സെറ്റല്ലേ? ഹലോ. സെറ്റ്. ഓക്കെ ഫൈൻ. അപ്പോ എന്തോന്നാണ് ഗുഡ് ഗവേണൻസ്? എന്തോന്നാണ് ഗുഡ് ഗവേണൻസ്? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നല്ല രീതിയിലുള്ള ഭരണം, അതായത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത്? പറഞ്ഞേ കേക്കട്ടെ. നമുക്ക് ഒരു ഗവൺമെന്റ്, അതായത് ഒരു ഗവൺമെന്റിൽ നിന്ന് നല്ല രീതിയിലുള്ള കാര്യം, നല്ല സർവീസസും നല്ല പവേഴ്സും എല്ലാം നമുക്ക് നല്ലത് കിട്ടുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. മാറ്റങ്ങൾ, നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമുക്ക് കിട്ടുന്ന അവകാശങ്ങൾ കിട്ടും. നമ്മുടെ കണ്ടീഷൻസ്, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും, നമുക്ക് ഓരോ തട്ടിലിരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പം താഴത്തെ ലെവൽ തൊട്ട് മുകളിലത്തെ ലെവൽ വരെയുള്ള ആളുകളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ആളുകൾക്കും, എല്ലാ പീപ്പിൾസിനും എന്താണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അതായത് അവരുടേത് ആവശ്യമായിട്ടുള്ള നീതി, ന്യായം, എല്ലാ കാര്യങ്ങളും, അവരുടേത് ആവശ്യമായിട്ടുള്ള സർവീസസ് ഇപ്പം തന്നെ ഉണ്ട്. എല്ലാം നമ്മുടെ ഈ ഒരു ഗവൺമെന്റിന്റെ സർവീസസ് എല്ലാ തലത്തിലും എത്തുന്നുണ്ടോടാ? എല്ലാ ഏരിയയിലേക്കും എത്തുന്നുണ്ടോ നമ്മുടെ ഗവൺമെന്റ് സർവീസസ് കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും കിട്ടുന്നില്ല. എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പൊ എന്താണ് നമ്മൾ ഗുഡ് ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ എന്താണ് ആ അധികാരങ്ങളും ചുമതലകളും ഉപയോഗിച്ച് നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് വഴി എന്താണ് നമ്മുടെ ജനങ്ങളുടെ എന്താണ് ആ ഒരു കണ്ടീഷൻസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ അവരുടെ എല്ലാ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ആവാനായിട്ട് ഈ ഗുഡ് ഗവേണൻസ് സഹായിക്കും. ഇതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മീനിങ് പഠിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഗൂഗിളിൽ കണ്ട മീനിങ് പഠിക്കാം. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. കാണാൻ മോടെ മനസ്സിലാവുന്നുണ്ടോടാ നിങ്ങൾക്ക്? ഓക്കെ. ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ഫീച്ചേഴ്സ് ആണ്. ഈ മലയാളത്തിൽ കൊടുത്തേക്കണം അതിന്റെ മലയാളത്തിലുള്ള ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഇത്രയും മാത്രം. ഇത് ലൈക്ക് ഞാൻ മലയാളത്തിലും കൂടെ ഒന്ന് എഴുതിയേ ഉള്ളൂ കേട്ടോടാ. അപ്പൊ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസ്. ഈ ഗുഡ് ഗവേണൻസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ പ്രത്യേകതകളാണ്? അപ്പൊ ഗുഡ് ഗവേണൻസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്താണ് ബെറ്റർ ഗവേണൻസ്, അതായത് ബെറ്റർ ആയിട്ടുള്ള എന്താണ് നല്ല രീതിയിലുള്ള ഭരണം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഈ ഗുഡ് ഗവേണൻസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്? പറഞ്ഞു, നിങ്ങൾ പറയുക കേട്ടോ. ഫീച്ചേഴ്സ് എന്തൊക്കെ പറയാം നമുക്ക്? പറ. നല്ല ഗവൺമെന്റ് വന്ന ജനങ്ങളെ ആവശ്യങ്ങളൊക്കെ ആവശ്യങ്ങളൊക്കെ നൽകും. പറഞ്ഞു അതാ ലൈക് നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത്.
നല്ല വിദ്യാഭ്യാസം ലഭിക്കും. നല്ല വിദ്യാഭ്യാസം ലഭിക്കും. പിന്നെ എന്തൊക്കെ പറയാം? നിയമങ്ങൾ അഴിമതി നല്ല ഉണ്ടാവില്ല. രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരും. നല്ല ആയിരിക്കും നമുക്ക് കൊണ്ടുവരുന്നത്. പറഞ്ഞോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാടാ. അതാ ഞാൻ നിങ്ങളെ ഈ ക്ലാസ് ഇരുത്തി പഠിപ്പിക്കുന്നത്, ഇങ്ങനെ പറയിപ്പിക്കണത് കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ആ സമയത്ത് വർക്ക് ആവും. സോ പറഞ്ഞോ, എല്ലാരും പറയും. പിന്നെ എന്തൊക്കെ പറയാടാ? പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ സർക്കാർ ജോലികൾ ലഭിക്കും. അധ്യയനം പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ തന്നെ എല്ലാ ഗവൺമെന്റ് ജോലിയെല്ലാം കിട്ടും. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും? അക്കൗണ്ടബിലിറ്റി ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും, അല്ലെ? റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. നമുക്ക് എന്താ, ഗവൺമെന്റിന്റെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഒരു ഗവൺമെന്റ് കയറുന്ന സമയത്തായാലും ശരി, അവർക്ക് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും, പല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഫുൾഫിൽ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തൊക്കെ പറ്റും? ജസ്റ്റിസ്, അല്ലെ? നീതി. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പോയിന്റിൽ നിങ്ങൾ പറഞ്ഞിട്ടാണ്, എല്ലായിടത്തും എല്ലാ തട്ടുകളിലും എന്താണ്, നീതിയും ന്യായവും കാര്യങ്ങളെല്ലാം ഉറപ്പാക്കാനായിട്ട് സഹായിക്കും. പിന്നെ എന്തൊക്കെ പറയാടാ? ഡെവലപ്മെന്റ് ഉണ്ടാവും, അല്ലേ? അല്ലേടാ? ഡെവലപ്മെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എല്ലായിടത്തേക്കും വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ളതല്ല, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ പോയിന്റ്സും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എഴുതണം കേട്ടോ. അപ്പൊ കറക്റ്റ് ആണ്, അത് നല്ലൊരു പോയിന്റ് ആട്ടോ. കാരണം എന്താ, കറക്റ്റ് ആയിട്ട് ആ ഒരു നീതിന്യായം ഉറപ്പുവരുത്തും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നീതിന്യായം കറക്റ്റ് ആയിട്ട് ജസ്റ്റിസ് കൊടുക്കും, കൊടുക്കേണ്ടവർക്ക് കൊടുക്കും, ഇല്ലാത്തവർക്ക് ഇത് കൊടുക്കും. ഓക്കെ, അതും താങ്കൾ പറഞ്ഞ സംഭവം ശരി തന്നെയാണ്. അപ്പം ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ 2 മാർക്കിനാണോ നോക്കണം, 5 മാർക്കിനാണോ നോക്കണം? 5 മാർക്കിനാണ് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അപ്പം മാർക്ക് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എന്താണ് ഗുഡ് ഗവേണൻസ് എന്ന് എഴുതി വെക്കണം. എന്താണ് ഗുഡ് ഗവേണൻസ്? ബെറ്റർ ഗവൺമെന്റ്, അല്ലേ? ഈ ഒരു സാധനം ആദ്യം എഴുതി വെക്കണം. 5 മാർക്കിന് 2 മാർക്ക് കൂടുതലായിട്ടുള്ള അതാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണോ ഗുഡ് ഗവേണൻസ് അവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത് എന്ത് ചെയ്യുക, ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവൺമെന്റ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഫീച്ചേഴ്സ് എഴുതി വെക്കുക. ഒന്നിക്ക് ഈ ഫീച്ചേഴ്സ് എഴുതി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട് നോക്കുക. അപ്പം ഈ എന്തോ മക്കളെ ആ മൈക്ക് ഓഫ് ചെയ്യടാ. കേക്കാം, കുട്ടിയുടെ സംസാരിക്കുന്നത് കേൾക്കാം. ഓക്കെ, ഫൈൻ. കുഴപ്പമില്ലടാ, ഇത് വരുന്നതാണ്, കുഴപ്പമില്ല. അപ്പം സംഭവം വേറെ ഒന്നുമല്ല. അപ്പം എഴുതുമ്പോൾ ഇങ്ങനെയും കൂടെ നോക്കിയിട്ട് വേണം എഴുതാൻ. 2 മാർക്ക് ആണെങ്കിൽ മാത്രമേ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കാവൂ. അല്ല 5 മാർക്കോ 6 മാർക്കോ ഒക്കെ ആണെങ്കിൽ എഴുതി വെക്കണം. ഈ ചാപ്റ്റർ ഒന്നും മിക്സ് ചെയ്യരുത്. അതായത് എക്സാമിന് ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ളതൊന്നും മിസ് ചെയ്യില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യാതെ നന്നായിട്ട് എഴുതാൻ നോക്കണം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന് ഈ 2 ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ബാക്കിയും കൂടെ പഠിക്കാം. അപ്പം ഇതുവരെ ഉള്ളത് ക്ലിയർ അല്ലേടാ? ഓക്കെ. ഈ നിയമപരിപാലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിലെ നിയമപരിപാലനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, കറക്റ്റ് ആയിട്ട് നീതി ന്യായം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ. ജനപരിപാലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ജനങ്ങൾക്ക് ജസ്റ്റിസ് കൊടുക്കുക, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ ഗവൺമെന്റ് ജോബ് ആയാലും ശരി, ജനങ്ങളുടെ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ അടുത്ത് വരുന്നത് നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കുക. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി, അതായത് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പം ഓരോ ഡിസിഷൻസും, അതായത് ജസ്റ്റിസ് എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലായിരിക്കും എന്താണ്, അവർ നീതികരമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും അവർ കൂടുതലായിട്ട് എടുക്കുന്നത്. പിന്നെ അടുത്തുള്ളതായി ഈ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അഴിമതി രഹിതമായിട്ടുള്ള ഭരണം. അഴിമതി ഇല്ലാതെ എന്താണ്, കറക്റ്റ് നല്ല രീതിയിലുള്ള ഒരു ഭരണം. അതിനെയാണ് നമ്മൾ ഗുഡ് ഗവേണൻസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഗവൺമെന്റ് വന്നാൽ നന്നായിരിക്കും. സോ കഴിയും. അപ്പൊ ഇതാണ് ഈ 2 കാര്യങ്ങൾ. ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോണം കേട്ടോ. ഇനി അടുത്ത് ഹിൻഡ്രൻസ് ഓഫ് ഗുഡ് ഗവേണൻസ്, നല്ല ഭരണത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ അതങ്ങനെ ഇങ്ങനെ എടുക്കല്, നിങ്ങൾ ജസ്റ്റ് ഓരോ പോയിന്റും എടുത്തിട്ട് നന്നായിട്ട് എഴുതിയിട്ട് വേണം പോവാൻ കേട്ടോടാ. ഞാൻ പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഞാൻ കൺസെപ്ഷ്യൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് എഴുതി തന്നെ പോണം കേട്ടോ. പോയിന്റ്സ് ഇങ്ങനെ ആദ്യം പോയിന്റ്സ് ആയിട്ട് എഴുതണം. ഓരോ പോയിന്റിനെയും കുറച്ചും കൂടെ ലാർജ് ആയിട്ട് ഇലാബറേറ്റ് ചെയ്ത് എഴുതണം കേട്ടോ. ഇപ്പം ഒന്നാമത്തെ പോയിന്റ് വെറുതെ ജസ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞേക്കുന്നത് പോലെ എന്താ പറയാ, ലൈക്ക്
എന്തുവാ ഒരു ഇക്വാലിറ്റി ടു ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം എന്ന് പറയുന്ന സംഭവം എന്താണ്? നമ്മളിത് ഇലാബറേറ്റ് ചെയ്ത് കുറച്ച് എഴുതിയിട്ടുണ്ടല്ലോ, ഇതേപോലെ എഴുതിയിട്ടില്ലേ? അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി അതിനെ വിശദീകരിച്ച് എഴുതാൻ നോക്കണം. ഓരോ പോയിന്റിനെയും വിശദീകരിച്ച് എഴുതാനായിട്ട് നോക്കണം കേട്ടോ. അത് മാർക്ക് നോക്കണം കേട്ടോ. അതായത് 2 മാർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പോയിന്റ് എഴുതിയാൽ മതി. പക്ഷെ 2 മാർക്ക് കൂടുതൽ 5 മാർക്കൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് നോക്കണം കേട്ടോ. കേട്ടോടാ? പിന്നെ എന്ത് ചോദിച്ചാലും അതേപോലെ തന്നെ ഹിൻഡ്രൻസ് ഓഫ് ഗുഡ് ഗവേണൻസ് ആയാലും ശരി, അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യം എന്ത് എഴുതണം? ഗുഡ് ഗവേണൻസ് എന്താണെന്ന് എഴുതണം. എന്നിട്ട് വേണം ബാക്കി മറ്റേ കാര്യങ്ങൾ എഴുതാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് മാർക്ക് കിട്ടും. അപ്പൊ ആദ്യം എന്താണോ ഗുഡ് ഗവേണൻസ് എഴുതണം, അത് കഴിഞ്ഞിട്ട് വേണം ഹിൻഡ്രൻസ് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ടോപ്പിക്ക് നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഡ് ഗവേണൻസിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഗുഡ് ഗവേണൻസിന് തടസ്സം? പറഞ്ഞേ, എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഭരണത്തിന് തടസ്സം? പറഞ്ഞു കേക്കട്ടെ. പറയടാ. പറയോ? ഓക്കെ, ഈ ഗുഡ് ഗവേണൻസിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നല്ലൊരു ഭരണത്തിന് തടസ്സകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്? അഴിമതി. അഴിമതി. അടിപൊളി, അഴിമതി. പിന്നെ നമുക്ക് എന്ത് പറയാം? അമിതമായ ജനസംഖ്യ. ഓക്കെ, അഴിമതി ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമുക്ക് പറയാം അമിതമായിട്ടുള്ള ജനസംഖ്യ കൂടുന്നത് പറയാം. നെക്സ്റ്റ് പറഞ്ഞേ, എല്ലാവർക്കും പറയാട്ടോ. പറഞ്ഞേ. കലാപം. ഓക്കെ, നമുക്ക് എന്റെ സ്ലൈഡിൽ നിന്ന് നോക്കിയിട്ട് അങ്ങ് വായിക്കണോ അതോ നിങ്ങൾ പറയാണോ? അപ്പൊ നൈസ, ഞാൻ വിചാരിക്കണം അയ്യോ എനിക്ക് വയ്യ, എന്റെ മനസ്സിലുള്ള ഓരോ പോയിന്റ്സ് പിള്ളേര് പറയാണെന്ന്. കൊച്ചു കള്ളി. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും മതി. അതാണ് കുഴപ്പമില്ല, അതും കുഴപ്പമില്ല. അത് നോക്കി പറയാൻ നിങ്ങൾ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പറഞ്ഞോ, കേക്കട്ടെ. ഹലോ, ഞാനൊന്നും പറയൂലേ, നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, പറഞ്ഞോ. യന്ത്രവൽക്കരണം. യന്ത്രവൽക്കരണം. ഓക്കെ, അത് നൈസ് പോയിന്റ് ആണ്. റവന്യൂ കമ്മി. ഓക്കെ, നെക്സ്റ്റ്. ജാതിന്റെ മതത്തിന്റെ പേരിലുള്ള ഇതില്ലാത്തൊരു ഭരണം. നെക്സ്റ്റ്. സാമ്പത്തിക മാന്ദ്യത, അത് പറ്റൂലേ? സാമ്പത്തിക മാന്യത പറ്റും. പിന്നെ മന്ത്രിമാരുടെ ചിലവുകൾ. മന്ത്രിമാരൊക്കെ സത്യം, മന്ത്രിമാരുടെ ചെലവൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അത് നല്ല കാര്യമാണ്. നെക്സ്റ്റ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എന്താണ്? പോപ്പുലേഷൻ. ഒന്നാമത്തെ ഒരു പോയിന്റ് ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് എല്ലായിടത്തും നമുക്ക് ഭരണം എത്തിക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാവർക്കും ഒരേപോലത്തുള്ള ഒരു ഭരണം എന്ന് പറയുന്ന സംഭവം പോസിബിൾ ആവത്തില്ല. രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർബനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് കൂടുതലായിട്ടും സിറ്റി ഏരിയയിലേക്ക് താമസം മാറ്റിയാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് സിറ്റി ഏരിയയിലേക്ക് കുറെ ആളുകൾ താമസം മാറ്റുന്ന സമയത്ത് എന്താവും? അവിടെ മൊത്തം റഷ് ആവും. റിസോഴ്സസിന്റെ കാര്യത്തിലായാലും ശരി, എല്ലാ കാര്യങ്ങൾക്കും എന്താണ് അവിടെ ഒരു റഷ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ അടുത്ത് നമ്മൾ വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യന്ത്രവൽക്കരണം. ഈ യന്ത്രങ്ങളുടെ, അതായത് ആളുകളുടെ സ്ഥാനത്ത് യന്ത്രങ്ങളുടെ ഉപയോഗം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ക്ലീനിങ്ങും അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകളുടെ ജോലിനെ ബാധിക്കും. സാധാരണ നമ്മൾ പറഞ്ഞാൽ ഇപ്പം ഇപ്പൊ ഒരു AI ഉപയോഗിച്ചുള്ള ഒരു ക്ലാസ് ടീച്ചറിന്റെ ഒരു സംഭവം നിങ്ങൾ കണ്ടായിരുന്നോ? AI ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊ പുതുതായിട്ട് ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് AI ഉപയോഗിച്ചുള്ള ഒരു ക്ലാസ് ടീച്ചർ, അതായത് റോബോട്ട്. കണ്ടിരുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ സംഭവം നല്ലതാണ്, നമുക്ക് ഒത്തിരി നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത് വഴി എന്താ ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ സംഭവങ്ങൾ വരുന്നത് വെച്ചാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളുടെ, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഓരോ ആളുകളുടെയും വേക്കൻസീസ് അവിടെ കുറയും. ഇപ്പൊ ഈ റോബോട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താ? ഇപ്പൊ ടീച്ചിങ് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക?
ടീച്ചേഴ്സിന് പിന്നെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഗവൺമെന്റിന് വെറുതെ ആളുകൾക്ക് ശമ്പളം കൊടുക്കേണ്ട കാര്യമല്ലല്ലോ, റോബോട്ടാ നോക്കിയാൽ മതിയല്ലോ. ഒരു 10 റോബോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കോളേജിൽ എല്ലാ കാര്യങ്ങളും അവർ നോക്കുമല്ലോ. അവർക്ക് ടയർഡ്നെസ് ഉണ്ടാവില്ല, ഓരോ ക്ലാസ് അവർ ഹാൻഡിൽ ചെയ്യുമല്ലോ. അപ്പോ എന്തുവാ, അവർക്ക് ഒത്തിരി ആളുകൾക്ക് ലൈക്ക് കുറെ ചെലവും കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ലാഭിക്കാം. പക്ഷെ അതേസമയം നമ്മൾ എന്താ ആ ഒരു ഫാക്കൽറ്റീസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ജോലി നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതി. പിന്നെ അതേപോലെ തന്നെ അഴിമതിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അഴിമതി അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ അതേപോലെ തന്നെ അക്രമങ്ങളും കലാപങ്ങളും. ഈ അക്രമവും കലാപവും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഒരു നാട്ടില് ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു നാട്ടില് കലാപം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തൊക്കെ സംഭവിക്കും? പറയടാ. ആ നാട്ടിലെ എല്ലാ സാധനങ്ങളും നശിക്കും. അവിടെയുള്ള എല്ലാ സാധനങ്ങളും നശിക്കും, എല്ലാ റിസോഴ്സസും എന്താണ് ഇല്ലാതാവും, നമ്മുടെ എക്കോണമി കംപ്ലീറ്റ് തകരും, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ് തകരും. പിന്നെ അതേപോലെ തന്നെ ഓരോ ഫുഡിന് പോലും നമുക്ക് എന്താണ് പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ എൻറ്റയർ എക്കോണമി കംപ്ലീറ്റ് തകരും. അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഗുഡ് ഗവേണൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, നല്ലൊരു ഭരണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വീണ്ടും നമ്മൾ എന്താ ഇത്രയും തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആദ്യം ഓരോന്ന് റിപ്പയർ ചെയ്ത് ട്രാൻസ്പോർട്ടേഷനും എല്ലാ കാര്യങ്ങളും വീണ്ടും നമ്മൾ എന്താ നന്നാക്കി എടുക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പം എല്ലാം തകർന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ അവിടെ ഒരു ഭരണം കാഴ്ചവെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. കേട്ടോടാ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഫൈൻ. അപ്പോ ഹിൻഡ്രൻസ് ഓഫ് ഗുഡ് ഗവേണൻസ് കാര്യങ്ങൾ ബ്രീറ്റ് അതായത് നമുക്കൊരു നല്ല ഭരണത്തിന് തടസ്സമാറ്റിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങളാണ്? പറഞ്ഞേ, ഇനി നിങ്ങൾ എല്ലാരും പറഞ്ഞേ. അഴിമതി, അഴിമതി, പിന്നെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, പോപ്പുലേഷൻ, പിന്നെ യുദ്ധങ്ങൾ, കലാപങ്ങൾ. യുദ്ധങ്ങൾ, കലാപങ്ങൾ, ഇതൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്കറിയാലോ. കുറെ ക്രൈസിസിനെ പറ്റി നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലും ടിവിയിലൊക്കെ കാണുന്നില്ലേ? ഒത്തിരി പ്രശ്നങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത്. കാരണം ഇന്ത്യ എക്കോണമി തീരുന്നു. പാലസ്തീനിയ അത് തന്നെ. അവിടെ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഭവം കണ്ടതാണ്. ലൈക്ക് കടല വേവിച്ച സാധനം ഉണ്ടല്ലോ, ഒരു കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി അതും എടുത്തിട്ട് അതിന്റെ അമ്മ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അമ്മേനെ കാണുന്നില്ല, അമ്മയ്ക്ക് കിട്ടിക്കാണോ, അമ്മേനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നത്. അപ്പൊ ആ പോസ്റ്റ് എന്നെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം മിക്കവാറും ആ കൊച്ചിന്റെ അമ്മ ആ യുദ്ധത്തിൽപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചു കാണും. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ മാറ്റിക്കൊണ്ട് പോകുന്ന ആ ഏതെങ്കിലും ഒരു ക്യാമ്പിലൊക്കെ ആയിപ്പെട്ട് പോകും. അപ്പൊ കുട്ടി ആ നട റോഡിൽ നിന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, അമ്മേനെ കാണുന്നില്ല. അപ്പം ആ ഒരു ലൈക്ക് അതൊക്കെ കണ്ടപ്പോൾ തന്നെ വല്ലാണ്ടൊരു അവസ്ഥയുണ്ട്. പക്ഷെ നമ്മളിപ്പം ആലോചിച്ച് നോക്കണം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ വളരെ സേഫ് ആയിട്ടാണ് നമ്മളിപ്പം ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൽ നമ്മളിപ്പോ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ യുദ്ധോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അവസ്ഥയെ പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല. അത്രയ്ക്കും എന്താണ് വളരെ സുരക്ഷിതത്വമാണ് നമ്മൾ ഇരിക്കുന്നത്. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് പുറത്തിറങ്ങിയെന്ന് ശ്വാസം എടുക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. അപ്പം അത് തന്നെ ഒറ്റയ്ക്ക് എവിടെയും പോവാം. നമുക്ക് ഒറ്റയ്ക്ക് എവിടെയും പോവാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ധരിക്കാം, ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, ഇഷ്ടമുള്ള ആളടുത്ത് സംസാരിക്കാം, എന്തൊക്കെ വേണോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നോർത്ത് കൊറിയയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് സ്വർഗം എന്ന് പറയുന്നത്, സീരിയസ്ലി. അപ്പോ അതൊക്കെ ആലോചിക്കും, ലൈക്ക് കമ്പയർ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹിൻഡ്രൻസ് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓൾ ക്ലിയർ ആയില്ലേടാ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്തത് എന്താ? ഇനി എന്താ ഉള്ളത്? ഓക്കെ, ഇനി അടുത്ത് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മെഷേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ഗുഡ് ഗവർണൻസ്, നല്ല ഭരണം കാഴ്ചവെക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നടപടികളാണുള്ളത്? പറഞ്ഞേ. നല്ല ഭരണം കാഴ്ചവെക്കാനായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും? നമ്മുടെ നല്ല ഗവൺമെന്റ് എന്നുള്ളതിലേക്ക് വെക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും? പറഞ്ഞേ കേക്കട്ടെ. എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും? ജനങ്ങളുടെ അഭിപ്രായം എടുക്കാം. ഗുഡ്. ജനങ്ങളുടെ അഭിപ്രായം എടുക്കാം. നമുക്കൊരു തീരുമാനം വരുന്ന സമയത്ത് എന്തായാലും ജനങ്ങളോട് ചോദിക്കാം അവരുടെ അഭിപ്രായം എന്തോന്നാണെന്നുള്ള കാര്യം ചോദിക്കാം. നെക്സ്റ്റ്, അടുത്തത് പറഞ്ഞേ. വികസിച്ച് വരുന്ന ന്യൂ ജനറേഷൻ യുഗത്തില് കമ്പ്യൂട്ടർവൽക്കരണം ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ എടുത്തൂടെ? നല്ലൊരു കാര്യമാണ്. കമ്പ്യൂട്ടറിന്റെ ടെക്നോളജി കുറച്ചും കൂടെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളിൽ ലാഭിക്കാനായിട്ട് പറ്റും. ലൈക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, പിന്നെ പറഞ്ഞേ. ഇക്വാലിറ്റി ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റും. പറഞ്ഞ
അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് ഞാൻ അതിൽ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ വരാൻ ലേറ്റ് ആയ ആളുകൾക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അപ്പോ ആ 2 ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി നന്നായിട്ട് നോക്കാട്ടെ. ഈ ഒരു ചാപ്റ്ററിൽ ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത് കേട്ടോ. ഞാൻ ആ മറ്റേ ക്വസ്റ്റ്യൻസ് എടുത്തു തരാം. വെയിറ്റ്. ഓക്കെ, സോ എല്ലാവരും കേട്ടോണം. നമ്മുടെ NIOSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തപ്പിപ്പിടിച്ചതിൽ കിട്ടിയ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഈ ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സോ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതായത് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഈ 2 ക്വസ്റ്റ്യൻസും ഒരിക്കലും. ഹലോ, ഏത് ചാപ്റ്ററാ പഠിപ്പിക്കുന്നതെന്ന് പറയാവോ? ഞാൻ ലേറ്റ് ആയിട്ടാ കയറിയേ. 24 ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. വിഷമിക്കണ്ട, ഒന്നുകൂടെ പറഞ്ഞുതരാടാ. ഓക്കെ ഫൈൻ. അപ്പൊ 24ാമത്തെ എല്ലാവരും കേട്ടോണം. ഒന്നും കൂടി പറയാം. 24ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 24ാമത്തെ ചാപ്റ്ററിൽ എന്തുവാ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമതെന്ന് പറയുമ്പോൾ എന്തോന്നാണ് ഗുഡ് ഗവേണൻസ്, അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്തോന്നാണ്. അപ്പം ഇത് ഗുഡ് ഗവേണൻസ് എന്തോന്നാണെന്ന് 2 മാർക്കിനായിരുന്നു ചോദിച്ചത്. ഫീച്ചേഴ്സ് ചോദിച്ചേക്കുന്നത് 5 മാർക്കിനാണ് കേട്ടോ. അപ്പം ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ആക്കാതെ പോകണം. ഇത് രണ്ടും പഠിച്ചിട്ട് വേണം എക്സാമിലോട്ട് പോകാനായിട്ട്. ഇത് ഞാൻ 2-3 സ്ഥലത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയ സമയത്ത് 2-3 സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പം എന്തോന്നാണ് ഗുഡ് ഗവേണൻസും അതിന്റെ ഫീച്ചേഴ്സും. അപ്പം ഈ 5 മാർക്കിൽ എന്നൊക്കെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേന് നിങ്ങൾ ആദ്യം നോക്കാനുള്ളതെന്ന് പറയുമ്പോൾ എന്താണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചേക്കുന്നതെങ്കിലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, എന്തോന്നാണ് ഗുഡ് ഗവേണൻസ് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസിന് ഹെഡിങ് കൊടുത്തിട്ട് ഫീച്ചേഴ്സും എഴുതുക കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾ ഗുഡ് ഗവേണൻസ് എന്താന്ന് എഴുതി വെക്കാനായിട്ട് മാക്സിമം നോക്കുക കേട്ടോ. മനസ്സിലായോടാ? മനസ്സിലായോ? എത്ര മാർക്കിനാ വന്നിട്ടുള്ളത്? ഇത് 5 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന 2 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അതിന്റെ മീനിങ്സും അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ചത് 5 മാർക്കിനാ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ലേറ്റ് ആയി വന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഇതൊന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. സോ ആര് പറഞ്ഞു കൊടുക്കും? ഞാൻ പറഞ്ഞു കൊടുത്താ മതിയാ? കൊള്ളാം. സോ നമ്മൾ ആദ്യം നോക്കിയത് എന്തോന്നാണ് ഗുഡ് ഗവേണൻസ് എന്നാണ് നമ്മൾ നോക്കിയത്. പറഞ്ഞേ, എന്തായി ഗുഡ് ഗവേണൻസ്? നല്ല ഭരണം കാഴ്ചവെക്കുക. നല്ല ഭരണം കാഴ്ചവെക്കുക. ഓക്കെ, പിന്നെ അഴിമതിരഹിത ഭരണം. അഴിമതിരഹിത ഭരണം. അപ്പൊ ഗുഡ് ഗവേണൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഒന്നുമില്ല, നല്ല ഭരണം, ബെറ്റർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ നല്ലൊരു ഭരണം. അതായത് നമ്മുടെ അധികാരങ്ങളും ചുമതലകളും ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗവൺമെന്റ്. പക്ഷെ നല്ല രീതിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പീപ്പിളിന്, ഇവിടെയുള്ള ആളുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നീഡ്സും അവരുടെ വാൻസും ഒക്കെ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു എഫിഷ്യൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു എഫക്റ്റീവ്നെസ് ആയിട്ട് നല്ലൊരു എഫിഷ്യൻസി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാടാ? പറഞ്ഞേ, ഗുഡ് ഗവേണൻസിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞേ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കിയത് അതിന്റെ ഫീച്ചേഴ്സ് ആണ് നോക്കിയത്. എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞ സാധനത്തിന് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, പറഞ്ഞേടാ, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഗുഡ് ഗവേണൻസിനുള്ളത്? പറയ. ഹലോ, നിയമപരിപാലനം, ജനപരിപാലനം. നിയമപരം ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? പറഞ്ഞേ. ഹലോ, പറഞ്ഞേ, കേക്കട്ടെ. സ്ത്രീകളുടെ ഭരണം കാഴ്ചവെക്കണം. നല്ല ഭരണം കാഴ്ചവെക്കണം. പിന്നെ ഭരണത്തിൽ ജനങ്ങളെ നിയമിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കണം. പിന്നെ സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകളുടെ സുരക്ഷ. പിന്നെ നല്ല നിയമം, അഴിമതി ഒഴിവാക്കുക. അഴിമതി ഒഴിവാക്കുക, നല്ല നിയമം. പിന്നെ
നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പൊ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അയാൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയും. ഇതിനകത്ത് ഉള്ളത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങളുടേതായ രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേന് നല്ല എഫിഷ്യൻസി, അതായത് എഫിഷ്യൻസി ആയിട്ടും അതേപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കുക. അങ്ങനെ ഒരു ഭരണം കാഴ്ചവെക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും? നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ആവും, ആളുകൾ ഡെവലപ്പ് ആവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു സിറ്റിസൺസിനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അവിടെ ജനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ലെവലിലുള്ള ആളുകൾക്കും എന്ത് കിട്ടും? എല്ലാ ലെവലിലുള്ള ആളുകൾക്കും അവരുടേതായിട്ടുള്ള എന്താണ് ഇക്വാലിറ്റി, ഇക്വിറ്റി, എല്ലാ കാര്യങ്ങളും എന്താണ് അവർക്ക് കിട്ടും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഗവൺമെന്റ് ജനങ്ങളുടെ മേൽ ഒരു കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഓക്കെ, ഒരു സംഭവം ഇടുക അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ആദ്യം ജനങ്ങളെ പറ്റി ആലോചിക്കും. ഈ ഒരു നിയമം പാസ്സാക്കി അല്ലെങ്കിൽ ഈ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അത് എങ്ങനെയൊക്കെ ബാധിക്കും, ജനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യും? നമുക്ക് കുറച്ചും കൂടി എഫിഷ്യന്റ് ആവും. കുറച്ചും കൂടി എന്താണ് നമുക്കൊരു നമ്മുടെ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവമാണ്, നമുക്ക് നീതി എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പൊ നീതി എന്ന് പറയുന്ന കാര്യം കുറച്ചും കൂടെ അവിടെ ഉറപ്പാക്കും. ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തന്നെ എന്താണ് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടും. അപ്പൊ കറക്റ്റ് ശിക്ഷ എന്ന് പറയുന്ന സാധനം കറക്റ്റ് കിട്ടും, കറക്റ്റ് ജസ്റ്റിസ് അവിടെ കിട്ടും, കറക്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എന്താണ് അവിടെ നിന്ന് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പരിപാലനം, അല്ലെങ്കിൽ നല്ല രീതിയിലായിരിക്കും ജനങ്ങളുടെ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് നമുക്ക് കറക്റ്റ് ടൈമിലെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു തീരുമാനം എന്ന് വെച്ചാൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാനായിട്ട് പറ്റും. അഴിമതി എന്ന് പറയുന്ന സാധനം എന്താണ് രഹിതമായിട്ടുള്ള ഒരു ഭരണമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് ട്രീറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ താഴെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് വേർഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നോട്ട് ഫോളോ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റേ നോട്ട് കിട്ടും, അതായത് നിങ്ങളുടെ ക്ലാസ് നോട്ട് കിട്ടും. അപ്പൊ മാക്സിമം എക്സാമിന് എഴുതുമ്പോഴത്തേന് ലൈക്ക് പോയിന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ എസ്സേ പോലെ എഴുതുന്ന സമയത്ത് ജസ്റ്റ് നല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പെൻസിലൊക്കെ വെച്ചിട്ട് ഒരു അണ്ടർലൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അതിലേക്ക് അവർ നോക്കും. ഓക്കെ, പെട്ടെന്ന് അതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് കിട്ടും കേട്ടോ. അപ്പോ ഇങ്ങനെയല്ല, കുറച്ചും കൂടെ വൃത്തിയിൽ നല്ല നല്ല ഹാൻഡ് റൈറ്റിംഗിലൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അത് ക്ലിയർ അല്ലേടാ? ലേറ്റ് ആയി വന്ന ആളുകൾ പറയാ ക്ലിയർ അല്ലേടാ? എന്തോ ക്ലിയർ ആണ്. ഇനിയിപ്പോ അങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്താൽ തന്നെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കേടാ, ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാ. നമ്മൾ ഇന്നലത്തെ ചാപ്റ്റർ ആയാലും ശരി, ഇന്നത്തെ ചാപ്റ്റർ ആയാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സാ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് സ്കിപ്പ് ചെയ്യരുത്. എന്തോ മാഡം പറഞ്ഞിരുന്നോണ്ട് നമ്മൾക്ക് നല്ലോണം സിമ്പിൾ ആയിട്ട് തോന്നുന്നു. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? എല്ലാം പറ അല്ലേടാ, സിമ്പിൾ അല്ലേ? മാം പറഞ്ഞിരുന്നോണ്ട് നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. താങ്ക് യു. സംഭവം ഇത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. നമ്മൾ ഒരു സംഭവം എടുക്കുമ്പോഴത്തേനും നമ്മൾ എടുക്കുന്നത് പോലെ ഇരിക്കും. ഇപ്പൊ ഇതൊക്കെ ഗുഡ് ഗവേണൻസ് നമുക്ക് അറിയാൻ നല്ല കാര്യം. നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ ഗവൺമെന്റിൽ ഉണ്ടാവുന്നത്. നല്ലൊരു ഭരണമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ അപ്പം അത്രയൊക്കെ തന്നെ അതിനകത്ത് വരുന്നത്. അപ്പം ഇതും എന്തോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഓക്കെ ഫൈൻ. നമുക്ക് നെക്സ്റ്റ് ലൈഫ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്തുള്ള വേറൊരു സംഭവമാണ് ഇനി അടുത്ത് വരുന്നത് ഹിൻഡ്രൻസ് ഓഫ് ഗുഡ് ഗവേണൻസ്. നല്ല ഭരണത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞ കേക്കട്ടെ. അഴിമതി. അഴിമതി. ഓക്കെ, നല്ല ഭരണത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ അതാണ്. അതെ, പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് എല്ലാ ആളുകൾക്കും എല്ലാ സ്ഥലത്തോട്ടേക്കും ആളുകളുടെ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന് എത്തിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് കയ്യിലുള്ള ഫണ്ട് വളരെ കുറവായിരിക്കും. ആ ഫണ്ട് എല്ലായിടത്തും എഫിഷ്യന്റ് ആയിട്ട് എത്തിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടാവും. നെക്സ്റ്റ് യുദ്ധങ്ങൾ, കലാപങ്ങൾ. യുദ്ധങ്ങളും കലാപങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുദ്ധങ്ങളും കലാപങ്ങളും വരുന്ന സമയത്ത് നമ്മുടെ എക്കോണമി എൻറ്റയർ നശിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു എക്കോണമിയിൽ നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് പറഞ്ഞേടാ.
യന്ത്രവൽക്കരണം. യന്ത്രവൽക്കരണം നമ്മളത് പറഞ്ഞു. ആക്ച്വലി യന്ത്രവൽക്കരണം നല്ല കാര്യം തന്നെയാ. പക്ഷെ എന്താണ് ഈ യന്ത്രങ്ങളുടെ അമിതമായിട്ടുള്ള വൽക്കരണ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താണ് കുറെ ആളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോകും. അതായത് കുറെ ആളുകൾക്ക് എഫിഷ്യൻസും കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ കുറെ ആളുടെ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പോവാനായിട്ട് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പറഞ്ഞേടാ. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനപ്പെരുപ്പം. ജനപ്പെരുപ്പം നമ്മൾ പറഞ്ഞില്ലേ, അത് ആദ്യം പറഞ്ഞു. ജനപ്പെരുപ്പം ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. കൾച്ചർ ഓഫ് വയലൻസ്, സാംസ്കാരിക ലഹളകൾ. സാംസ്കാരിക ലഹളകളാണ് എക്സാമ്പിളാണ് ഈ കലാപങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. കലാപങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള ലഹള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വേർതിരിവ്. സത്യമാണോ, ജാതി മത വേർതിരിവ് അതും ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാ ഈ ജാതി മത വേർതിരിവ് എന്ന് പറഞ്ഞ കാര്യങ്ങളില്ല. വെറുതെ ലൈക്ക് എന്തുവാ, അതിനൊരു ആവശ്യമില്ല. നമ്മുടെ ആരുടെ കൈ മുറിഞ്ഞാലും കാണുന്ന രക്തത്തിന്റെ കളർ ഒന്ന് തന്നെയായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഒന്ന് തന്നെയാണ്. ആ ഒരു തോട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ലൈക്ക് ഇങ്ങനെ കലാപങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ ഒരു 3 പേരെ പിടിച്ചിരുത്തിയിട്ട് 3 പേരെ രക്തം ഒരു കുപ്പിക്കകത്ത്, അതായത് 3 കുപ്പികൾ ഒഴിച്ചു വെച്ചിട്ട് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് ലൈക്ക് മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ചിന്ത എന്ന് പറയുന്ന സാധനം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട് എന്ന് പറയുന്നത് നന്നാവത്തുള്ളൂ. ഇപ്പൊ മരിക്കാൻ കിടക്കുന്ന സമയത്തും ഞാൻ മുസ്ലിമിന്റെ ബ്ലഡ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്, നീ മരിച്ചോ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിലെ അവസ്ഥ എന്ന് പറയുന്നത്. ദൈവമേ, എന്നെ പോലീസുകാരെ പിടിച്ചോണ്ട് പോകുമെന്തോ, ഞാൻ വർഗീയത നടന്നു പറഞ്ഞു. കേൾക്കണ്ട. സിവിൽ സർവീസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ? അതെ 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 അതെ, ആരും കേക്കണ്ട, ആരും പറയണ്ട, ആരും പറയും. എന്തോ സ്ത്രീപീഡനങ്ങള്, എന്തുവാടാ? സ്ത്രീപീഡനങ്ങള്, സ്ത്രീധന പീഡനം ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തോ ചെയ്യാനാ? കാരണം എല്ലാവരും എല്ലാം സഹിക്കുന്നത് കൊണ്ടാണ്. സഹിക്കേണ്ട കാര്യമല്ല. ഒരടി അടിക്കുമ്പോ നമ്മൾ കുളിച്ചെടുത്ത് 2 അടി അടിച്ചു കൊടുക്കണം. ഇനി വരുന്ന ആളെല്ലാം അങ്ങനെ ചെയ്യും. അതെ, ഈ ഒരു കാര്യങ്ങൾ അല്ല. കാരണം ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ സ്ത്രീകളില്ല. സ്ത്രീകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല. അവരെല്ലാവരും കരിയർ നോക്കിയിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. അവർക്ക് അങ്ങനെ എന്തോ ഒരു ന്യൂസ് ഇന്നലെ കണ്ടിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനെ അങ്ങനെ കല്യാണത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണെന്ന് പറഞ്ഞിട്ട്. കല്യാണത്തിനോട് താല്പര്യം വളരെയധികം കുറഞ്ഞു വരിക. അതായത് എല്ലാ സെക്ടേഴ്സ് നോക്കി കഴിഞ്ഞാലും ഇപ്പൊ ഒരു ഇതെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീകൾക്ക് ആർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമതെന്ന് വെച്ചാൽ സ്ത്രീധന പീഡനം, അതേപോലെ തന്നെ അമ്മായിയമ്മ ഒരു ലഹള ബഹളം, അങ്ങനെ ഇപ്പൊ ഉള്ളത്. ഇപ്പം വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നതാണ്. അപ്പം ഇപ്പൊ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ സെൽഫിഷ് ആണ്, മനസ്സിലായല്ലോ. മാത്രമല്ല ഡിവോഴ്സ് എന്ന് പറയുന്ന ആ സാധനവും കൂടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. വിട്ടുകൊടുക്കുന്ന മനോഭാവം ഇല്ല. അതെ, വിവാഹത്തോടനുബന്ധിച്ച് അത് കൂട്ടിലടക്കപ്പെട്ട കിളികളെ പോലെ ആകുകയാണ് പെൺകുട്ടികൾ അങ്ങനെ ആവുകയാണ് ചെയ്യുന്നത്. അവരെല്ലാം ഫുൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. എല്ലാവർക്കും അല്ല, ഭൂരിപക്ഷം അങ്ങനെ കുറെ അവസ്ഥകൾ, കുറെ പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊരു മാറ്റം എന്ന് പറയുന്ന സാധനം ഇല്ല. ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉള്ള ജനറേഷനിലെ കുട്ടികൾക്ക് കുറച്ചും കൂടെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളത് കൊണ്ട് അവരെന്താണ്, അവർക്ക് അങ്ങോട്ട് പോകണം, അവർക്ക് മാറ്റി ചിന്തിക്കണം, അവർക്ക് കരിയർ മുഖ്യമാണ്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും, അതായത് മരിക്കാൻ സമയത്ത് നമ്മൾ ഒരു കസേരയിൽ ചാരി ഇരിക്കുന്ന സമയത്ത് പിറകിലോട്ട് നോക്കിക്കഴിയുമ്പോഴത്തേന് ഞാൻ എന്താ ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് എന്താ പറ്റിയത്, എനിക്ക് എന്തെങ്കിലും ഈ ഒരു ജന്മത്തിൽ എനിക്ക് നേടാൻ കഴിഞ്ഞു എന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേന് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നേക്കാട്ടി നല്ലത്. അതായത് ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ജനിച്ചു വളർന്നു, അതേപോലെ തന്നെ അത്യാവശ്യം വിദ്യാഭ്യാസം നേടി, ഞാൻ കല്യാണം കഴിച്ചു, എന്റെ ഹസ്ബൻഡിനെയും എന്റെ കുട്ടികളെയും നോക്കി വളർത്തി, ഇപ്പൊ ഞാൻ മരിക്കാനായിട്ട് കിടക്കുന്നു. ആ ഒരു ചിന്ത ആവരുത്. മറിച്ച് എന്താണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇത്ര വിശാലമായിട്ട് കിടക്കുകയാണ്. നമ്മൾ ഈ ഒരു കേരളത്തിലെ ഈ ഒരു തിരുവനന്തപുരം, ഞാൻ തിരുവനന്തപുരം സിറ്റി മാത്രം കണ്ടിട്ട് കാര്യമുണ്ടോ? കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാനുള്ളതാണ്. ഇത്രയും മനോഹരമായ ലോകം. ഞാൻ തിരുവനന്തപുരത്തുകാരിയാ. എവിടെയാ തിരുവനന്തപുരത്ത് പൊന്മുടി ആ ഒരു ഭാഗത്താ. ഓക്കെ. അപ്പൊ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഞാൻ തിങ്ങി നിന്നിട്ട് കാര്യമുണ്ടായി. എനിക്ക് തിരുവനന്തപുരത്ത് കേരളത്തിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണണം. പിന്നെ അതേപോലെ തന്നെ പല കാര്യങ്ങൾ, പല വേൾഡ് തന്നെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാൻ കിടക്കുന്നുണ്ട്. ലോക അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ പോയി കാണണ്ടേ? അപ്പൊ അങ്ങനെ കൂട്ടിലടച്ച് ജീവിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അതെ, ഇത്രയും വിദ്യാഭ്യാസവും ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആത്മഹത്യ ചെയ്താണെങ്കിൽ ഭയങ്കര വിഷമം. നമ്മളെ പോലത്തെ ആൾക്കാർ സ്ട്രഗിൾ ചെയ്ത് ഇപ്പൊ ഏജിൽ +2 പഠിക്കുന്നു.
സീരിയസ്ലി നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട്. കാരണം ഞാൻ 2-3 അക്കാഡമികളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ അവരുടെ അടുത്ത് പറയുന്ന കാര്യം, എനിക്ക് അഭിമാനമുണ്ട് നിങ്ങളെ കാണുമ്പോൾ. നിങ്ങൾ ഇങ്ങനെ പഠിക്കണം. നിങ്ങൾ ലൈക്ക് ഇത് മാത്രമല്ല, +1 +2 മാത്രമല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര ഗ്രാജുവേഷൻ പോകണം, പോസ്റ്റ് ഗ്രാജുവേഷൻ പോകണം, നിങ്ങളെ കൊണ്ട് പഠിക്കുന്ന അത്ര പഠിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ എയിം ചെയ്യണം. ഇപ്പോഴേ നിങ്ങൾ തന്നെ ഇപ്പോഴേ നിങ്ങൾ നോക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്ത് വരണം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ചാൽ വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്, എല്ലാവർക്കും പഠിക്കാൻ പറയാ ചെയ്യുന്നത്. അല്ല, നമ്മള് പണ്ട് പഠിക്കുന്ന സമയം കല്യാണം കഴിഞ്ഞാൽ വീട്ടിലിരിക്കുക, പിന്നെ വീട്ടിലിരുന്നേരാ മനസ്സിലായത് പഠിക്കണം. പഠിക്കണം, നിങ്ങൾ പഠിക്കണം. പിന്നെ അല്ലാണ്ട് ഈ ഒരു പ്രായത്തിലും എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കണം. അത് തന്നെ ഒരു വലിയൊരു വിജയമാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളല്ല, ഇപ്പൊ ഉള്ള ഈ NIOS എന്ന് പറയുന്ന ഓരോ സ്ഥാപനങ്ങളും ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. സ്ത്രീകളെ കുറച്ചും കൂടി എഡ്യൂക്കേഷൻ കൊടുത്ത് കുറച്ചും കൂടെ മുമ്പോട്ട്, ഇപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന ചാപ്റ്ററിൽ നമുക്ക് വേണ്ട നീതി ന്യായം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും വന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പൊ സ്ത്രീകൾ ഇപ്പൊ ഇതെല്ലാം അറിഞ്ഞ ഒരാൾക്ക് ഇപ്പൊ ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ പോകും എന്നിങ്ങനെ പറയാൻ നമുക്കൊരു ഇത് ഉണ്ടാവണം കേട്ടോ. ഇത് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ച് നിൽക്കുകയും കൂടെ ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ജോലി എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഹൗസ് വൈഫ് ആയാലും ശരി, എന്തായാലും ശരി, ഒരു ജോലി ഉണ്ടാക്കി എടുക്കണം. അതിപ്പോ ഞാൻ എല്ലായിടത്തും പറയുന്നതാ, സ്ത്രീകളടുത്തല്ല എല്ലായിടത്തും പറയാം, സ്വന്തം കാലിൽ നിന്നൊരു ജോലി വേണം, എന്നാലേ പറ്റുള്ളൂ. അതാണ് ഞാൻ ജസ്റ്റ് ലൈക്ക് നമുക്കറിയാന്നുള്ള പല പല പരിപാടികൾ നമ്മൾ ഓരോന്നും ചെയ്യുന്നത് നോക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഓക്കെ, ഇതിലേക്ക് തിരിച്ചു വരാം. ഞാൻ കുറച്ചും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ നിക്കത്തില്ല. ഓക്കെ, എന്തുവാ സൈക്കോളജിക്കൽ? അതെ 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 അതെ. ഓക്കെ, അപ്പൊ നമ്മള് എന്തോ കേൾക്കുന്നുണ്ടോ? മാം ഒരു പോയിന്റ് പറഞ്ഞില്ലേ, ഇൻഡൻസ് ഓഫ് ഗുഡ് ഗവേണൻസിന്റെ അതില് മെക്കാനൈസേഷൻ, യന്ത്രവൽക്കരണം എന്ന് പറയണില്ലേ? പക്ഷെ അത് ശരിയാണോ ശരിക്ക്? ശരിക്കൊരു ശരിക്കൊരു നാടിന്റെ പ്രൊഡക്റ്റീവ് ആവണം വെച്ചെങ്കിൽ അവരെ GDP വളരണം. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ വെച്ചെങ്കിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് GDPയുടെ വളർച്ച വരുള്ളൂ. അപ്പോഴേ നമുക്ക് റവന്യൂ വരുള്ളൂ. എല്ലാ മേഖലയിലും വരുന്നു. ഒരു സൈഡിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി പോകുന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ ഇതില്ലാതെ പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ വന്നതുകൊണ്ടല്ലേ നാട് ഇത്രയും ഡെവലപ്മെന്റ് വന്നത്. സംഭവം ശരി തന്നെയാണ്. ഒരു കാരണം അല്ലെങ്കിൽ ഒരു വ്യൂവിൽ അത് ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പോയിന്റും ഉണ്ട്. ഒരു രണ്ട് സൈഡും നമ്മൾ നോക്കണ്ടേ. അപ്പം നല്ല കാര്യം തന്നെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന സാധനം വന്നത്, ഒരു ഇതിൽ നല്ലതാണ്. പക്ഷെ എന്നാലും ആ ഒരു പോയിന്റ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈ ഒരു ഇതിനകത്ത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആ ഒരു പോയിന്റ് യൂസ് ചെയ്യാം. അതിന്റേതായ രീതിയിൽ എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേറെ പോയിന്റും എഴുതാം. ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് കിട്ടിയപ്പോൾ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോയിന്റ് യൂസ് ചെയ്യാം. എഴുതി കഴിഞ്ഞാൽ തെറ്റെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ അതിനെ നല്ല രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അപ്പുറത്ത് എഴുതി കഴിഞ്ഞാൽ അവരെന്താണ് വായിച്ചു നോക്കുമ്പോൾ ഇട്ടിട്ട് പോകും കേട്ടോ. ശരിയാടാ. നിന്റെ പേരെന്തുവാ? എന്റെ പേര് റിയാസ്. റിയാസ്. താങ്ക് യു റിയാസ്. ഒരു വേറൊരു വ്യൂവും കൂടെ നീ എനിക്ക് പറഞ്ഞു തന്നു. ഓക്കേടാ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഞാൻ മെനഞ്ഞാത്ത ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറയാനുള്ളത്. ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നോട്ടും വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് വായിച്ചു നോക്കിയിട്ട് എഴുതി വെച്ച് ഒന്ന് പഠിക്കാൻ നോക്കുക കേട്ടോ. ഇന്ന് തന്നെ പഠിച്ച് ഇപ്പൊ നമ്മളെല്ലാം ഇപ്പൊ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ ഒരു ഐഡിയ കിട്ടിയില്ലേ ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട്? ഹലോ, ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ചു വെക്കുക. വായിക്കാണ്ട് പോകരുത്. നല്ല രീതിയിൽ ഒന്നും കൂടെ വായിച്ച് ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതണം കേട്ടോ. എന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് ക്വസ്റ്റ്യൻ എഴുതണം. അതിന്റെ ആൻസർ നിങ്ങൾ എഴുതണം കേട്ടോ. എഴുതി പഠിക്കണം. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് തന്നേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി പഠിക്കാം. പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. എക്സാം ഹാളിൽ പോയിട്ട് നമ്മൾ ഇത് ഒരു പേപ്പറിൽ എഴുതി പിടിപ്പിക്കുക ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ, എഴുതി ശീലിച്ച് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് എത്തുമ്പോഴത്തേനും നമുക്കൊരു ഇതുണ്ടാവില്ല. ഒരു വിറയില, ഒരു ഫീൽ, ഒരു പേടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പഠിക്കുന്നത് കുറച്ചാണെങ്കിൽ, ഇന്ന് ഈ ഒരു ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കണമെങ്കിലും ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ തന്നെ എഴുതാനായിട്ട് നോക്കുക. നമ്മൾ എഴുതുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിനിൽ അത് ഉണ്ടാവും. റിവിഷൻ ചെയ്യുന്ന സമയത്തിന് മാക്സിമം എഴുതി അത് തറവാക്കാനായിട്ട് നോക്കുക കേട്ടോ.
ഈ നോട്ട് അയച്ചില്ലേ? എന്തുവാടാ? ഈ നോട്ട് അയച്ചില്ലേ? അയച്ചുതരാം. ഞാൻ സാറിന് അയച്ചു കൊടുക്കും. അത് ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്ന സാറ് പറഞ്ഞത്. അപ്പൊ ഒന്നിക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇടാം, അല്ലെങ്കിൽ ഞാൻ സാറിന് അയച്ചു കൊടുക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ ഉണ്ടായിരുന്നില്ലേടാ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, സാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പം ഇതിലെയും നോട്ട് സാർ ഇടുവാടാ, ഉറപ്പാ. ഓക്കെ, അപ്പം ലൈക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ല, ഫുൾ ക്ലിയർ ആണ്. ഫുൾ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ അടുത്ത്? പറയാനുള്ളത് പറഞ്ഞോളൂ, കേക്കട്ടെ. നാളെ ക്ലാസ് ഉണ്ടാവൂലേ? മാഡത്തിനൊന്ന് കാണണമെന്നുണ്ട്. എന്നെ കാണുന്നു. ക്യാമറ ഓൺ ചെയ്യാം, പക്ഷെ എന്റെ കോലം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനും അത് പറയാനിരുന്നതാ, ഞങ്ങൾക്കൊന്ന് കാണണം. ഞങ്ങൾക്ക് നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചറെ ഒന്ന് കാണണം. ലൈക്ക് എന്നെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു മിനിറ്റ്, ഇതൊന്നോ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ലൈക്ക് നിങ്ങളുടെ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്നെ? ഇല്ല മിസ്സേ. ഇപ്പൊ കാണാമോ? ഞാൻ തന്നെയാണോ? ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? എന്നെ കാണാൻ നിങ്ങൾക്ക് ഇത്രയ്ക്ക് താല്പര്യമോ? ഒരു ഞാൻ മനസ്സിൽ കണ്ട ആള് തന്നെയാണ്. മനസ്സിൽ കണ്ട ആള് തന്നെയാണോ? ഓക്കെ, താങ്ക് യു. ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ലേ? അതേനെ വലിയ കാര്യം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതേനെ. ഓക്കെ, എനിക്ക് ലവ് ഒക്കെ വരുന്നുണ്ടോ? എനിക്ക് വയ്യ. ഓക്കെ, അപ്പൊ നാളെ ഉണ്ടാവില്ലേ? നാളെ ഞാൻ ഉണ്ടാവും എന്നുള്ളത് നാളെ ഉണ്ടാവും, നോക്കട്ടെടാ. നാളെ എന്തായാലും കാണും, ഉറപ്പാ. സെറ്റ്. നാളെ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ? ടൈം ടേബിൾ ഒക്കെ വന്നു, കണ്ടില്ലേ? ടൈം ടേബിൾ ഒക്കെ വന്നില്ലേ? സന്തോഷായില്ലേ? എക്സാം ഒക്കെ എഴുതണ്ടേ? ഇനി എക്സാം ഹാളിൽ പോകണം, എക്സാം എഴുതണം. പിന്നല്ല, വന്നിട്ട് പോവേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞ, എഴുതി പഠിക്കാം. മാക്സിമം നിങ്ങൾ എഴുതി നോക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം എഴുതി പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എഴുതി പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ, മാക്സിമം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നന്നായി. പിന്നെ അടുത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ചാപ്റ്റർ ക്ലിയർ ആയാലോ അല്ലേ? നെക്സ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 2 ചാപ്റ്റർ ക്ലിയർ ആയല്ലോ. ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് റിവിഷൻ ഉണ്ടാവില്ലേ? റിവിഷൻ ഉണ്ടാവും. നിങ്ങൾ അത് സാറിന്റെ റിക്വസ്റ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തേക്ക്, അപ്പൊ സാറ് പറയും. റിവിഷൻ ഉണ്ടെങ്കിലൊക്കെ ഞാൻ എല്ലാത്തിനും അവൈലബിൾ ആണ്, പേടിക്കണ്ട. ശരിയാക്കാം. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറെ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് 500 ക്വസ്റ്റ്യൻസിന് മേലെ അയച്ചു തന്നിട്ടുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് ചെയ്തു നോക്കാം. ഡെയിലി അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എഴുതിയൊക്കെ നോക്കണം കേട്ടോ. എനിക്കറിയാം വീട്ടിൽ നിൽക്കാണ്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾ മാക്സിമം എഴുതാനൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ശരി. താങ്ക് യു. ഓക്കെ, ബൈ, താങ്ക് യു. എന്തായി? എന്തേ നിങ്ങൾ തിന്നേ? മന്തിയാടാ? ഇതെട്ടാ എനിക്കേടാ? അതായിരിക്കും. എനിക്ക് റൈസ് വേണ്ട. എന്തിനാ? റൈസ് മതി, ഇതോട്ട് കൊടുത്തോ.